വായുമലിനീകരണം അതിരൂക്ഷമായ ഡൽഹിയിൽ വൻ പ്രതിഷേധം സമൂഹമാധ്യമങ്ങൾ വഴി സംഘടിച്ചെത്തിയവരാണ് പ്രതിഷേധിച്ചത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ 300-ന് മുകളിലാണ് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക. തൗഫീഖ് അസ്ലമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. തൗഫീഖ്, ബി.ജെ.പി. സർക്കാരിനെതിരെയൊക്കെ ഈ ഒരു വിഷയത്തിൽ വലിയ വിമർശനമാണ് ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പ്രതിഷേധം അക്രമാസക്തമായതിന് പിന്നാലെയാണോ പോലീസ് നടപടി? ഡൽഹിയിൽ നിന്ന് നടന്ന പ്രതിഷേധം സമാധാനപരമായിട്ടായിരുന്നു. സമാധാനപരമായി പ്രതിഷേധം ചെയ്തു വന്ന ഡൽഹി നിവാസികളാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത്. കുറെ നാളുകളായി ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. എല്ലാ വർഷവും ശൈത്യകാലം ആരംഭിക്കുമ്പോഴാണ് ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമാവുന്നത്. ഇത്തവണയും സമാനമായ രീതിയിൽ ശൈത്യം ആരംഭിച്ച ഉടനെ തന്നെ വായു വളരെയധികം മോശമാവുകയായിരുന്നു. 300-ന് മുകളിലാണ് പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക. ഇതിനെ തുടർന്നാണ് ഡൽഹിയിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇന്ത്യ ഗേറ്റിലായിരുന്നു അവർ പ്രതിഷേധിച്ച് എത്തിയത്. എന്നാൽ ഇവിടെ നിന്ന് മാറണം, നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ ജന്തർ മന്ദിറാണ് സ്ഥലമുള്ളത്, അവിടെ പോയി പ്രതിഷേധിക്കണമെന്ന് ഡൽഹി പോലീസ് പറയുകയായിരുന്നു. എന്നാൽ അത് മറികടന്നുകൊണ്ട് ഇന്ത്യ ഗേറ്റിൽ തന്നെ പ്രതിഷേധിച്ചവരെയാണ്, വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എത്തിയിരുന്നു. അവരെയാണ് ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത്. ഡൽഹി നിവാസികളെ സംബന്ധിച്ചിടത്തോളം വായുമലിനീകരണം വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. നിരവധി രോഗങ്ങൾ ഉൾപ്പെടെ ആളുകൾ ഇതുമൂലം അലസുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് സഹികെട്ടാണ് ജനങ്ങൾ ഇത്തരമൊരു പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി ഡൽഹിയിൽ നിന്ന് രംഗത്തിറങ്ങിയത്. അവരെയാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിലാണ്. ഇപ്പോഴും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിലാണ് വളരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്.